ജീവിതത്തിൽ കാര്യമായ ശാന്തിയോ സുഖമോ ലഭ്യമാകും. തത്വം ഇവിടെ ബോധസ്വരൂപമായ ഒരു വസ്തു മാത്രമേ നിലവിലുള്ളൂ. പലതായി കാണുന്നതൊക്കെ അതിലെ വെറും നാമരൂപഭ്രമം. ഈ ഭ്രമം പൂർണ്ണമായും ബാഹ്യമായി മെച്ചപ്പെടുത്തിയോ നന്നാക്കിയോ നമുക്ക് ശാന്തിയും സുഖവും അനുഭവിക്കാൻ സാധ്യമല്ല. ഈ തത്വം അറിഞ്ഞിരിക്കുക. വസ്തു ഒന്നേ ഉള്ളൂ, അതിനൊരു കുഴപ്പവും സംഭവിക്കുന്നില്ല. നാമരൂപങ്ങൾ എത്ര കണ്ട് ഉണ്ടായി കോലാഹലമയമായി മറഞ്ഞാലും വസ്തുവിന് ഒരു കേടുമില്ല. നമ്മുടെയൊക്കെ യഥാർത്ഥ സ്വരൂപം ബോധമയമായ ആ വസ്തുവാണ്, അല്ലാതെ ഇപ്പോ കാണുന്ന ഈ നാമവും രൂപവും അല്ല. മൂന്ന് ഘടകങ്ങൾ: ബോധസ്വരൂപമായ വസ്തു, അതിലൊരു രൂപം, ഒരു നാമം. നമ്മളൊക്കെ ഈ മൂന്ന് ഘടകങ്ങൾ ഉൾപ്പെടുന്നവരാണ്. ഇന്ന് കാണുന്ന നമ്മുടെ ഈ ശരീരവും ഒക്കെ രൂപവും അതിലിട്ടിരിക്കുന്ന പേരും. ഇതിൽ യഥാർത്ഥ വസ്തു ബോധം. ആ വസ്തുവിനൊരിക്കലും ഒരു കേടും സംഭവിക്കുന്നില്ല. നാമരൂപങ്ങൾക്കുള്ള കേടോ ആർക്കും തടയാൻ സാധ്യമല്ല. ഇന്ന് വരെ ആരും തടഞ്ഞിട്ടില്ല, ഇനി ആർക്കും തടയാനായിട്ട് സാധ്യവുമല്ല. അതുകൊണ്ട് ദുഃഖിച്ചിട്ട് പ്രയോജനമില്ല. ഈ തത്വം ഉറച്ചു കിട്ടിയാൽ പിന്നെ നമ്മൾ എങ്ങനെ ദുഃഖിക്കും? കർമ്മങ്ങളിൽ നിന്നൊന്നും പിന്മാറണ്ട. ഈ തത്വം നല്ലവണ്ണം ദിവസേന ഉറപ്പിച്ചുകൊണ്ട് നമ്മുടെ കർമ്മമാർഗത്തിൽ ചരിക്കുക. ദുഃഖം ഒഴിവായി കിട്ടും. അതുതന്നെ മോക്ഷം.